ചാലപ്പുറത്ത് രാത്രി നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമം. സംഭവത്തിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ കസബ പോലീസിന്റെ പിടിയിലായി. ബീഹാർ സ്വദേശികളായ ഫൈസൽ അൻവർ, ഹിമാൻ അലി എന്നിവരാണ് പിടിയിലായത്. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനിയെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡന ശ്രമം ചെറുത്ത് പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. നടന്നുവരുന്ന പെൺകുട്ടിയെ പിന്നിൽ നിന്നെത്തി ആക്രമിക്കുന്നതും ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പെൺകുട്ടി ഉറക്കെ നിലവിളിക്കുന്നതും ഇവരെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെടുന്നതും പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ കാണാം. പെൺകുട്ടി അറിയിച്ചതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ കസബ പോലീസ് അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. സംഭവ സ്ഥലത്ത് വെച്ച് സിമന്റ് നിറഞ്ഞ ഒരു ചെരുപ്പ് പോലീസിന് ലഭിച്ചു. ഇതിനെ തുടർന്നാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ അതിഥി തൊഴിലാളികളാകാം ഇതിന് പിന്നിലെന്ന് പോലീസ് മനസ്സിലാക്കിയതും പ്രതികളെ പിടികൂടുന്നതിലേക്ക് നയിച്ചതും. മുഖ്യപ്രതിയായ ഫൈസാൻ നിലത്ത് വീണതോടെയാണ് പെൺകുട്ടിക്ക് കുതറി ഓടാൻ കഴിഞ്ഞത്. പെൺകുട്ടി നിലവിളിച്ച് ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കസബ CI കിരൺ C നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കുമെന്നും പോലീസ് പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.